മഴ കാരണം കുരിശുമല കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു ചെറിയ മല കയറി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കുരിശില്ലെന്നേ ഉള്ളൂ. അതിനെന്താ നീ ഇല്ലേന്ന് രൂപേശേട്ടൻ. അങ്ങനെ കുരിശുമല ഫുള്ള് പൊട്ടി പാളീസായി നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി. അപ്പോഴേക്ക് റിസോർട്ട് വൈബ് ആകെ മാറിയിട്ടുണ്ട്. ഫുൾ LED ലൈറ്റ്സ് ഒക്കെ വെച്ച് ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊരു മങ്ങലപ്പുരൻ്റെ ലുക്കായിട്ടുണ്ട്. നല്ല തണുത്ത ക്ലൈമറ്റും. ഞാനൊരു തോർത്തുമുണ്ട് എടുത്ത് പൂളിലേക്ക് നടന്നു. ഞാൻ കുളിക്കുന്ന കണ്ടപ്പോൾ നിധിയും രൂപേഷനും പൂളിലേക്ക് ചാടി. പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റിസോർട്ടിന് കോടമഞ്ഞ് വന്ന് മൂടി. ഇന്നലെ നിധിന്റെ കോടമഞ്ഞിന്റെ പാട്ടൊക്കെ കേട്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ചാടി എണീറ്റ് ഒരു ചായയും കുടിച്ചുകൊണ്ട് നളിനി ജമീലയുടെ ആത്മകഥയും വായിച്ച് അങ്ങനെ ഇരുന്നു. സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി വെറും 5 രൂപയ്ക്ക് ശരീരം വിറ്റ് ജീവിക്കേണ്ടി വന്ന സ്ത്രീയാണ് നളിനി എന്ന ജമീല. ആ സ്ത്രീയുടെ കഥകളൊക്കെ വായിച്ചപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമായി. ഞങ്ങൾ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി. താഴെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഫുഡ് കണ്ടപ്പോൾ പിള്ളേച്ചനെ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാതെ ഞാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് പുറത്ത് നിൽക്കുമ്പോൾ ഇവർ 3 പേര് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി വല്ല ഹെലികോപ്റ്ററും അതിലൂടെ പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഞാനും പോയി നോക്കി. ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായി. റിസോർട്ടിലെ റൂഫിന്റെ ഓട് എണ്ണുകയാണ് ഇവർ. ഞാനും അവരോടൊപ്പം ചേർന്ന് ഓടുകൾ എണ്ണി തീർത്തു. എണ്ണമൊക്കെ കഴിഞ്ഞ് ഇന്നലെ കുരിശുമല കയറാൻ പറ്റാത്തതിന്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തി. ദിവ്യച്ച് ഒരാൾ കാരണമാണ് ഇത് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഇനി മേലാൽ പുതിയ ഷൂട്ട് കൊണ്ട് ടൂർ വരരുത്. ഇനി ടൂർ വരുമ്പോൾ ഷൂ എന്നെ ഇടുന്നില്ല, എന്താ പോരെയെന്ന് ദിവ്യച്ച് എന്നോട് ചോദിച്ചു. പാവത്തിന് വിഷമമായെന്ന് തോന്നുന്നു. അവസാനമായി നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് റൂം ബോയ് വന്ന് ചോദിച്ചു. നിധി പറഞ്ഞു ഞങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കണം. എന്നിട്ട് ആ തെണ്ടി നട്ടപ്പൊരിയുന്ന വെയിലത്ത് എന്നെയും കൂട്ടി ബാഡ്മിൻ്റൺ കളിപ്പിച്ചു. അങ്ങനെ പെട്ടിയും ചട്ടിയൊക്കെ പാക്കാക്കി നമ്മൾ കക്കാടംപൊയിൽ നിന്ന് യാത്ര ചെയ്യും. എൻ്റെ ഈ ചെറിയ വ്ളോഗ് സീരീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഈ വീഡിയോക്ക് താഴെ ഇടുകയാണെങ്കിൽ തുടർന്ന് വീഡിയോ ഇടാൻ എനിക്കതൊരു ഇന്ധനമായേക്കാം.